ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നാണല്ലോ എംഐയും CSKയും തമ്മിലുള്ള എൽ ക്ലാസിക്കോ IPL പോരാട്ടം നടക്കാൻ പോകുന്നത്. അതിൻ്റെ ആവേശത്തിലായിരിക്കും ക്രിക്കറ്റ് പ്രേമികളൊക്കെ ഉണ്ടാവുന്നതും. ഏതായാലും ഇന്നത്തെ മത്സരവുമായിട്ട് ബന്ധപ്പെട്ട് ചില സുപ്രധാന വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. CSKയുടെ മുൻ താരമായിട്ടുള്ള അശ്വിൻ പറഞ്ഞ ചില കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോയുടെ ആധാരമായിട്ട് തയ്യാറാക്കുന്നതും. അശ്വിൻ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു: ഐ ഹാവ് നെവർ സീൻ MS ധോണി കീപ്പിംഗ് ഇൻ ദ നെറ്റ്സ് ബിഫോർ, നെവർ ഇൻ മൈ life. During nets he was keeping, which means he is going to take the wicket keeper gloves. അതായത് MSD അദ്ദേഹം കീപ്പിംഗ് ഗ്ലൗസ് അണിഞ്ഞുകൊണ്ട് പരിശീലനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനർത്ഥം അദ്ദേഹം വിക്കറ്റിന് പിന്നിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ തന്നെയാണ്. MS ധോണി പൂർണ്ണ കാര്യക്ഷമത കൈവരിച്ചതായിട്ട് തന്നെയാണ് എനിക്കറിയാൻ കഴിയുന്നത്. ആൻഡ് ഓൾസോ സഞ്ജു സാംസൺ വുഡ് ഹാവ് ടു ടേക്ക് ആൻ ഔട്ട്ഫീൽഡ് റോൾ ഓർ മൈറ്റ് കം ഇൻ ആസ് ആൻ ഇമ്പാക്റ്റ് പ്ലെയർ ആൻഡ് ഐ ആം 100% ഷുവർ ദാറ്റ് ഹി വിൽ പ്ലേ അഗെയിൻസ്റ്റ് MI എന്ന് കൂടി അശ്വിൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഏതായാലും CSKയുടെ ബൗളിംഗ് കോച്ചൊന്നും ഇക്കാര്യം അങ്ങ് ഒഫീഷ്യലായിട്ട് വിട്ടു പറയാൻ തയ്യാറായിട്ടില്ല. അത് MS ധോണിക്ക് വിട്ടുകൊടുത്തു എന്നൊക്കെ തന്നെയാണ് തീരുമാനമെടുക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെങ്കിൽ അശ്വിൻ 100% ഉറപ്പിച്ച് പറയുന്നു MS ധോണി മുംബൈ ഇന്ത്യൻസിനെതിരായിട്ട് ഇന്നത്തെ എൽ ക്ലാസിക്കോ കളിക്കാനുണ്ടാവുമെന്ന് തന്നെ. അശ്വിൻ പറഞ്ഞതനുസരിച്ച് ഇന്ന് MSD കളിക്കുകയാണെങ്കിൽ, അതും അദ്ദേഹം വിക്കറ്റ് കീപ്പർ റോളിൽ തന്നെ കളിക്കുകയാണെങ്കിൽ, സഞ്ജു സാംസൺ പുതിയ റോളിൽ തന്നെ കളിക്കേണ്ടി വരും. MS ധോണിയാണ് ഇന്നത്തെ മത്സരത്തിൽ വിക്കറ്റ് കീപ്പിംഗ് ചെയ്യുന്നതെങ്കിൽ സഞ്ജു സാംസൺ ഒന്നുകിൽ ഇമ്പാക്റ്റ് പ്ലെയർ ആയിട്ടോ അല്ലെങ്കിൽ പിന്നെ ഔട്ട്ഫീൽഡ് റോളിലോ കളിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് അശ്വിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു കിടിലൻ എൽ ക്ലാസിക്കോ മത്സരത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. രണ്ട് ടീമുകൾക്കും ജയിച്ചേ പറ്റൂ എന്നുള്ള അവസ്ഥയിലാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.